സംസ്ഥാന നിയമസഭകൾ കൈകാര്യം ചെയ്യുന്ന ബില്ലുകൾ ആ ബില്ലുകൾക്ക് നമ്മുടെ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? ഒരു ടൈം ലിമിറ്റേഷൻസ് നമ്മുടെ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒക്കെ നിശ്ചയിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് നമ്മുടെ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ പെട്ടുകിടക്കുകയല്ലേ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഏറ്റവും കാതലായ ഒരു വിഷയത്തെയാണ് സുപ്രീം കോടതി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വിഷയത്തിന്മേലാണ് സുപ്രീം കോടതി ഒരു തീരുമാനം പറയേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ടൈം ലിമിറ്റേഷൻ ഫിക്സ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ പെട്ടുകിടക്കുകയല്ലേ? ബഹുമാനപ്പെട്ട രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചത് എന്താണ്? സുപ്രീം കോടതി ചികഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രാഷ്ട്രപതി ചോദിച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കോടതിക്ക് നിർദ്ദേശം വെക്കാനുള്ള അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? അതിനാസ്പദമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് തമിഴ്നാട് നിയമസഭ പാസാക്കിയ ഒരു ബില്ല് അവിടുത്തെ ഗവർണർ RN രവി, രവീന്ദ്രനാഥ രവി ദീർഘകാലമായിട്ട് ചവിട്ടിപ്പിടിച്ചു. അതിനെതിരെ തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിലെ ഒരു 2 അംഗ ബെഞ്ച് അത് ഇപ്പോൾ തന്നെ നടപ്പാക്കണം, ഇല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ നിയമമാകും എന്ന് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ പറയുന്ന ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉടലെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ആണ് ബഹുമാന്യായ രാഷ്ട്രപതി മറ്റ് നിയമ ഉപദേഷ്ടാക്കളുടെ ഉപദേശം സ്വീകരിച്ചിട്ട് സുപ്രീം കോടതിയോട് റെഫറൻസിന് അപേക്ഷിക്കല റെഫറൻസിന് കൊടുത്തു. കാരണം രാഷ്ട്രപതിയെ ഉപദേശിക്കേണ്ട ചുമതല സുപ്രീം കോടതിക്ക് കൂടി ഉള്ളതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ചോദിച്ച ചോദ്യം, ഭരണഘടനാ പരമായിട്ട് ഇത് ഏത് ഭാഗത്ത് വരും? അതായത് ഒരു ബില്ല് ഗവർണർ ഒപ്പിടുന്നില്ലെങ്കിൽ ആ ബില്ല് 2-3 മാസം കഴിയുമ്പോൾ നിയമമാകും എന്ന് പറയുന്നതിന് എന്തെങ്കിലും നിയമസാധുതയുണ്ടോ ഭരണഘടനാപരമായിട്ട്? ഈ ചോദ്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി ഭവൻ ഇത്തരം ഒരു റെഫറൻസ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് അതിനെപ്പറ്റി സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൂടെ സുരുക്കൂട്ടിയിട്ട് കേരളം, ബംഗാള്, തമിഴ്നാട്, പഞ്ചാബ് അവർക്കൊക്കെ ഇത്രയും ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെല്ലാം സുപ്രീം കോടതിയിൽ കേസുണ്ട്. ആ കേസുകളെല്ലാം ഒന്നിച്ചെടുത്ത് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ റെഫറൻസിലുള്ള ചോദ്യങ്ങളെ പറ്റി ഉള്ള ഒരു ചർച്ചയല്ല ഇത് നടക്കുന്നത്. പക്ഷേ ഇത് ഭരണഘടനാപരമായ ചില കാര്യങ്ങളിലേക്ക് വലിയ വെളിച്ചം വീശുന്നുണ്ട്. അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവർണർ എന്ന് പറയുന്നത് ഒരു നോമിനേറ്റഡ് പോസ്റ്റ് അല്ല. അത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന, അതായത് നിയമിക്കുന്ന പോസ്റ്റാണ്. പ്രസിഡന്റിന്റെ ഡെലിഗേറ്റഡ് പവേഴ്സ് അല്ല, ഒരു കൊച്ചു പ്രസിഡന്റ് തന്നെയാണ് ഗവർണർ. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയോ നിയമസഭയോ ഇല്ലെങ്കിൽ പോലും ഗവർണറെ ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ഗവർണർ മരിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം ബാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ചെയ്യാനൊക്കാതെ ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റൊരു ഗവർണറെ നിയമിക്കുകയോ അല്ലെങ്കിൽ ചാർജ് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് ചാർജ് ഏറ്റെടുക്കാൻ പറയുകയോ ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഇന്ത്യയിലെ 3 പോസ്റ്റുകൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ,
ഈ 3 പോസ്റ്റുകളും ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. അതാണ് ആ ഭരണഘടനയുടെ നൂല്. ആ നൂലിനെ പറ്റിയുള്ള ചർച്ചയിലാണ് ഇങ്ങനെ ഈ ഒരു ബില്ല് ഗവർണർക്ക് പിടിച്ചു വെക്കാൻ അധികാരമുണ്ടോ, പ്രസിഡന്റിന് പിടിച്ചു വെക്കാൻ അധികാരമുണ്ടോ എന്നുള്ള ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ചർച്ച കൊണ്ട് ഏറ്റവും മെച്ചമുണ്ടായിട്ടുള്ളത് കപിൽ സിബലിനെ പോലെയുള്ള ഉന്നത വക്കീലന്മാർക്ക് അവരുടെ പ്രൊഫഷൻ വളരെ ഭംഗിയായിട്ട് ജാജ്വല്യമാനമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അവര് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്, അവരുടെ ആശയങ്ങൾ അവർ അവിടെ സുപ്രീം കോടതിയിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഇതല്ല പ്രസിഡന്റ് ചോദിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പല വാർത്തകളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അതായത് തുഷാർ മേത്ത കോടതിയിൽ ഹാജരായി നൽകുന്ന വാദങ്ങളുണ്ട്. ആ വാദങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വാദങ്ങളാണ്. അപ്പൊ അക്കൂട്ടത്തില് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട വളരെ രസകരമായ ഒരു വാദമുണ്ട്. അതായത് ഈ ബില്ലുകൾ ഇങ്ങനെ അനിശ്ചിതമായിട്ട് ഗവർണർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന യാതൊരു വിധമായ നിയമങ്ങളുമില്ല. അപ്പൊ തുഷാർ മേത്ത സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഗവർണർക്കായാലും പ്രസിഡന്റിനായാലും നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരാണ് അതിന്റെ ലെജിസ്ലേഷന്റെ ഒക്കെ പരമാധികാരികൾ. എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേറ്റീവിന്റെയും പരമാധികാരി എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ ഗവർണറും രാജ്യത്ത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ കാവൽക്കാരനാണ് രാഷ്ട്രപതി. അപ്പം രാഷ്ട്രപതിക്ക് ഈ ബില്ല് റിജക്റ്റ് ചെയ്യാൻ, തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരിച്ചയക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ വീണ്ടും പാസ്സാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണം. പിന്നെയും വേണമെങ്കിൽ പ്രസിഡന്റിന് അയക്കാം. ഈ വിധ സംവിധാനങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ബില്ല് റിജക്റ്റ് ചെയ്യുക. ബില്ല് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് കാരണം പറഞ്ഞാണോ ഗവർണർ ബില്ല് റിജക്റ്റ് ചെയ്യുന്നത്, ആ കാരണങ്ങൾ പരിഹരിച്ച് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഗവർണർക്കോ പ്രസിഡന്റിനോ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ബില്ല് പാസ്സാക്കി കൊടുക്കാം എന്നുള്ളൊരു നിയമം ഉണ്ടാക്കാം എന്നാണ് ഒരു സൂചന തുഷാർ മേത്തയുടെ വാദങ്ങളിൽ കാണുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവർണർ ഇടപെടുന്ന ഈ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ അല്ലെങ്കിൽ ഒരു നിയമസഭയോ ലോകസഭയോ പാസ്സാക്കിയ നിയമത്തിന് വിരുദ്ധമായോ വരുന്ന കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വെച്ച് റിജക്റ്റ് ചെയ്യാനുള്ള, ഈ ബില്ല് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരും. ഇതിനെ പ്രതിപക്ഷം എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കാരണം അങ്ങനെ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് ബില്ല് റിജക്റ്റ് ചെയ്യാം, ഗവർണർക്ക് പ്രസിഡന്റിനൊക്കെ നിയമസഭയുടെ ബില്ല് മതിയായ കാരണങ്ങൾ പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം. അതായത് അത് ആ ബില്ല് മാറ്റി പുതിയ ബില്ല് കൊടുക്കേണ്ടി വരും. അല്ലാതെ വീണ്ടും അത് തന്നെ പാസ്സാക്കി അയക്കുന്ന സംവിധാനത്തിനെ പറ്റി തുഷാർ മേത്ത അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആലോചിക്കുന്നില്ല എന്നാണ് നമുക്കതിൽ ബോധ്യമാകുന്ന ഒരു കാര്യം. അങ്ങനെ തിരിച്ചയക്കുന്ന ബില്ല്, അങ്ങനെ ഒരു സംവിധാനം, അതായത് ബില്ല് തിരിച്ചയക്കാൻ അല്ലെങ്കിൽ ബില്ല് റിജക്റ്റ് ചെയ്യാൻ, ബില്ലിനെ റദ്ദ് ചെയ്യാനുള്ള അവകാശം ഗവർണർക്കോ പ്രസിഡന്റിനോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പ്രതിപക്ഷം ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഇതിന്റെ വാദങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന് വിധി പറയും എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു നിർദ്ദേശം, അതായത് ഇപ്പം ഇതൊന്നും പ്രസിഡന്റ് ചോദിച്ചിട്ടില്ല. പ്രസിഡന്റ് ചോദിച്ചത് സുപ്രീം കോടതിയിലെ 2-അംഗ ബെഞ്ച് എടുത്ത നടപടിക്രമം ഭരണഘടനാപരമാണോ, ഭരണഘടനയുടെ ഏത് ഭാഗത്തുണ്ട്, ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനുപരിയായിട്ട് അതിൻ്റെ അകത്തൊരു ഈസിങ് പോയിന്റ് ആണ് ഈ പറയുന്ന ഒരു പുതിയ ബില്ലുണ്ടാക്കണം. ഇപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടൊരു പുതിയ നിയമം
ഇന്ത്യയിൽ വരട്ടെ എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ നിർദ്ദേശിക്കാവുന്നതാണ്. പക്ഷേ ഇനി നമ്മൾ കുറച്ചുകൂടെ കാതലായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നിയമസഭയിലായാലും ലോക്സഭയിലായാലും കാണുന്ന കാര്യം എന്താണ്? അവിടുത്തെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഇരിക്കുന്ന ഭരണകക്ഷി ഒരു ബില്ല്, ഏത് കക്ഷി ആയിക്കോട്ടെ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ലിനോട് എതിർപ്പുള്ള ന്യൂനപക്ഷമായിട്ടുള്ള പ്രതിപക്ഷത്തിന് പരാതിപ്പെടാൻ പറ്റുന്ന ഏക സംവിധാനമാണ് ഇപ്പോൾ എന്താണ് ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ഗവർണർമാര്. കാരണം ഇവിടെ ഇപ്പം BJP ഭരണത്തിൽ അല്ല, BJP പ്രതിപക്ഷത്തില്ലാത്തത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ കേരള നിയമസഭ പാസ്സാക്കുന്ന അവർക്ക് എതിർപ്പുള്ള ബില്ലുകൾ പാസ്സാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗവർണറെ ആയിരിക്കും പോയി കാണുന്നത്. ഗവർണർ എന്തിനാണ് ഗവർണറെ പോയി കാണുന്നത്? അപ്പൊ ഗവർണർ ഒരു പ്രധാനപ്പെട്ട കക്ഷിയല്ലേ? കേരളത്തിലും തമിഴ്നാട്ടിലും അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ BJP ഇല്ലാത്തതുകൊണ്ട് അവർ പോയി കാണുന്നില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ പോയി കാണും. DMK-ക്കാർ പോയിട്ട് ഗവർണറെ കണ്ടിട്ട് പറയും ഈ ബില്ല് പാസ്സാക്കരുത്. ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ബില്ലിനെ പറ്റിയല്ല ഈ പറഞ്ഞത്. അല്ലാതെ അവർക്ക് അനുയോജ്യമല്ല, അതായത് പ്രതിപക്ഷത്തിന് അനുയോജ്യമല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ അവർ കൂട്ടുപിടിക്കുന്നത് ഗവർണറെയാണ്. ആ ഒരു സാധ്യത ഒരു പക്ഷേ തുഷാർ മേത്തയുടെ വാദത്തെ തുടർന്ന് അതിനെ ഗൗരവമായിട്ട് ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പുതിയ സംവിധാനം വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗവർണർക്ക് നിയമസഭ പാസ്സാക്കുന്ന ബില്ല് റദ്ദ് ചെയ്യണം, റദ്ദ് ചെയ്തുകൊണ്ട് തിരിച്ചയക്കാൻ പറ്റുന്ന ഒരു നിയമം വരാൻ സാധ്യതയുണ്ടോ? അത് ജനാധിപത്യത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കും? ഇതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ട കാര്യം. യെസ്, എന്തായാലും തീർച്ചയായും സുപ്രീം കോടതിക്ക് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ വ്യക്തമായ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. പക്ഷേ രാഷ്ട്രപതി എന്ത് ചോദിച്ചു? സുപ്രീം കോടതി മറ്റെന്തിലാണ് അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. രാഷ്ട്രപതി ചോദിച്ച ചോദ്യത്തിന് തന്നെയാണോ കൃത്യമായി സുപ്രീം കോടതി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അന്വേഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വരാതെ ഇരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. താങ്ക് യു അശോക് സർ.